ഇന്നലത്തെ നമ്മുടെ കോതമംഗലം യാത്രയുടെ ബാക്കി വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർ ഹെലികോപ്റ്ററിലൊക്കെ കയറി അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ ഡ്രാഗണിൽ കയറണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പെൺകുട്ടികൾ കയറിയേക്കുകയാണേ. അവർ അതിൽ തലകുത്തി മറിച്ചിലും ചാട്ടവും തുള്ളലും കാണിക്കാത്ത പരിപാടികളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പക്കുട്ടൻ ഇതിൽ കയറണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശി കേട്ടോ. ആകാശവും സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണേ അതിൽ കയറാനായിട്ടും മറ്റുള്ളവർ കയറുന്നത് കണ്ടാലുവേ. ഇതിൽ നിന്നിച്ചേട്ടായും ഭാര്യയും കൂടി കയറി കേട്ടോ. അങ്ങനെ അവർ ഞങ്ങളെ വിളിച്ചു വിട്ടോ. പക്ഷേ ഞാൻ പോയില്ല കേട്ടോ. ചേട്ടായിക്കും ഇതിൽ കയറണമെന്ന് താല്പര്യമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ പെൺപിള്ളേർ ഭയങ്കര തുള്ളലാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു. വീഴ്ചയൊക്കെ കാണുമ്പോൾ പെടലിയൊക്കെ ഉളുക്കുമെന്നൊക്കെ പേടിച്ചിട്ട്. വേറെ 2 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അതിലെ. പെൺപിള്ളേർക്കാണെങ്കിൽ ഇറങ്ങാനേ തോന്നുന്നില്ല കേട്ടോ. അവരുടേതായ ഒരു ലോകത്ത് ആയിരുന്നു കേട്ടോ. അങ്ങനെ അപ്പക്കുട്ടൻ ആകാശഊഞ്ഞാലിൽ കയറണമെന്ന് പറഞ്ഞ് അപ്പനോട് ചാക്കിട്ടിട്ട് പോയി ടിക്കറ്റ് എടുക്കാനായിട്ട് നിൽക്കുകയാണ്. ആൾ ഭയങ്കര ഇൻട്രസ്റ്റിലാണ് കേട്ടോ കയറാനായിട്ട്. ആൾ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആളുടെ മുഖമൊക്കെ ഒന്ന് മാറാൻ തുടങ്ങി കേട്ടോ. അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കിനും ആൾ കണ്ണൊക്കെ പൂട്ടി പേടിച്ച് വിറച്ച പോലായി. അപ്പോഴത്തേക്കിനും അവിടെ നിന്നിരുന്ന ഒരു ചേട്ടൻ അവൻ്റെ അടുത്ത് കയറി ഇരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് അവനെ മോട്ടിവേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചേട്ടൻ കുറേ നേരം ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കേട്ടോ കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും അപ്പക്കുട്ടൻ കൂളായിട്ട് കണ്ണൊക്കെ തുറന്ന് ഞങ്ങളെ നോക്കി ചിരിക്കുന്നു, ടാറ്റ തരുന്നു. പേടിയൊന്നും ഇല്ലാതിരുന്നിട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അങ്കിൾ നല്ല അങ്കിളായിരുന്നു. കുറേ നേരം അങ്കിൾ പറഞ്ഞു പേടിച്ചിരിക്കേണ്ട, ഇങ്ങനെ മുറുക്കെ പിടിച്ചിരിക്കൊന്നും വേണ്ട, കൂളായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ടിരിക്കുക, അന്നേരം നമുക്ക് പേടിയും തോന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ചേട്ടൻ എന്തായാലും ഒരു ബിഗ് സല്യൂട്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ആ ചേട്ടൻ അത്ര നല്ലൊരു മോട്ടിവേഷൻ ആയിട്ട് അപ്പക്കുട്ടന് കൊടുത്തത്. നമുക്കൊക്കെ ഇതിൽ കയറുമ്പോൾ അവനേക്കാളും എന്തോരം വലിയ പിള്ളേരൊക്കെ കിടന്ന് വലിയ അലയ്ക്കുന്ന കണ്ടത്. പക്ഷേ അപ്പക്കുട്ടൻ നല്ല കൂളായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ അപ്പക്കുട്ടനെ ഇറങ്ങി വന്നപ്പോഴത്തേക്കിന് നമ്മൾ തിരിച്ച് പള്ളിയിലെത്തി കേട്ടോ. അവിടെ എത്തിയപ്പോഴത്തേക്കിന് ലൈറ്റൊക്കെ കെടുത്തിയായിരുന്നു. അവിടെ ആൾക്കാരൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ട് എല്ലാവരും പോയി തുടങ്ങി, കടകളൊക്കെ അടച്ചു തുടങ്ങി. നമ്മൾ പോരുന്ന വഴിക്ക് ഒരു തട്ടുകടയിൽ കയറിയിട്ട് 2-3 തട്ടുകടയിൽ നോക്കിയപ്പോൾ അവിടെ ഫുഡൊക്കെ തീർന്നായിരുന്നേ. അപ്പോൾ അങ്ങനെ 1 മണിയുടെ അടുത്ത് വെച്ചായി കേട്ടോ. നമ്മളങ്ങനെ അവിടുന്ന് തട്ടുദോശയും ഓംലേറ്റും കഴിക്കാമെന്ന് വെച്ചോട്ടോ. ഞങ്ങൾ പെണ്ണുങ്ങൾ കാപ്പി മാത്രമേ കുടിച്ചുള്ളായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ കഴിക്കാനായിട്ട്. അപ്പോൾ അവിടുന്ന് പിള്ളേരും അവരും കൂടി തട്ടുദോശയും ഓംലേറ്റും കഴിച്ചു കേട്ടോ. മാളൂട്ടിക്കും ഒക്കെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോരാമെന്ന് വെച്ചു കേട്ടോ. ഇത് ചമ്മന്തിക്കറി ഒന്നും അല്ല കേട്ടോ. ഇത് വേറെ എന്തോ ഒരു കറിയാണേ. നമ്മൾ ഈ ചപ്പാത്തിയുടെയൊക്കെ കൂടെ കിട്ടുന്ന ചില്ലി ഗോപിയോ അങ്ങനെ എന്തോ ഒരു സാധനമാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ചമ്മന്തിക്കറിയാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. അവരൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഒരു 1 മണി സമയത്തൊക്കെ നല്ലൊരു കട്ടൻ ചായയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞ് തണുപ്പത്തൊക്കെ നല്ല ഒരു സുഖമായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ യാത്ര. നമുക്ക് പറ്റിയൊരു എന്താ പറയുന്നത്, ഒരു കൂട്ട് കിട്ടുമ്പോൾ നമുക്ക് ആ യാത്രയും സുഖമായിരിക്കുമല്ലോ. അങ്ങനെ നമ്മൾ തിരിച്ച് പോയിരുന്നു കേട്ടോ. ചേട്ടന്മാർ ഭയങ്കര വർത്താനാണ്. എല്ലാവരും കിടന്നുറങ്ങി കേട്ടോ. അപ്പക്കുട്ടനും അമ്മക്കുട്ടിയും മാളൂട്ടിയും നന്ദൂട്ടിയും ഒക്കെ ഉറങ്ങിയേ. 2 മണിയായപ്പോഴത്തേക്കും നമ്മൾ വീട്ടിലെത്തി കേട്ടോ. അവർ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിട്ടാണ് അവർ പോയത്. അപ്പോഴത്തേക്കിനും നമ്മുടെ ചിഞ്ചുക്കുട്ടി നമ്മളെ നോക്കി ഇങ്ങനെ കൂട്ടിൽ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കോതമംഗലം യാത്രയുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബൈ, ടാറ്റാ.